അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല അടിപൊളി പിടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ പിടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും ജീരകവും കൂടി നല്ലപോലെ ചതച്ച് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കുടുംബശ്രീയുടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിടി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം കൂടി ഇട്ട വെള്ളം അതുപടി ആ ഉള്ളിയോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ചൂടോട് കൂടി തന്നെ കുഴച്ച് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്കെടുക്കാം. കുഴച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഉരുളകളെല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉരുളകൾ ഇട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അതെല്ലാം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വീണ്ടും തിളച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതെല്ലാം ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പിടിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ആ സെയിം പത്തിരിപ്പൊടി തന്നെ ഒരു 2 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ തേങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് നമ്മളിതാ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ശകലം ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് അത് വെന്ത് വന്ന സമയത്ത് നമുക്കൊരു ശകലം തേങ്ങാപ്പാലും മതിയാവും. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.